ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു UK ഡ്രീംസ്. അന്നേരം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അന്നേരം നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും നമ്മൾ ഇവിടുന്ന് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. അന്നേരം എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എൻ്റെ ബാഗിൽ പാക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അന്നേരം ആദ്യം തന്നെ ഞാൻ വാങ്ങിയത് ഒരു 3 ബാഗാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനത് പ്രൈമാർക്കിൽ നിന്ന് വാങ്ങിയതായിരുന്നേ. ഇതിന് ഒരെണ്ണത്തിന് 18 പൗണ്ടാണ്. അന്നേരം അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അന്നേരം ഞാനത് വാങ്ങിയതാണ്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും നമ്മൾ മേടിക്കുന്നത് പോലെ നട്ട്സാണ് മേടിച്ചത്. എല്ലാത്തിൻ്റെയും തന്നെ രണ്ടെണ്ണം വീതമുണ്ട്. എനിക്കൊന്ന് ഒരു പാക്കറ്റിന് 2 പൗണ്ട് വീതമായിരുന്നു. ഞാനിത് അസ്ഡേന്നായിരുന്നു വാങ്ങിയത്. വാൾനട്ടും കാഷ്നട്ടും അതുപോലെ തന്നെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ആൽമണ്ട്സും അതുപോലെ തന്നെ പിസ്ത ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഫെയറിയുടെ ഒരു വാഷിംഗ് ലിക്വിഡും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബാഗിലാണ് കാണിക്കുന്നത്. സെക്കൻഡ് ബാഗിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് അത്യാവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ഒരു സ്പ്രേ ആണ്. അതിൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല്. അത് ഞാൻ വാങ്ങി. പിന്നെ അടുത്ത് വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീമാണ്, ഫേസ് ക്രീം നിവ്യയുടെ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനൊരു 2 സംതിങ് അത്രേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഹെയർ ബൺ ആണ്. ഇതും ഒരു 5 പാക്ക് ഉണ്ട് ഒരു ഇതിൽ വരുന്നത്. പിന്നെ വാങ്ങിയത് ഫ്രീസിങ് ജെല്ലാണ്. ആക്ച്വലി ഇതെല്ലാം നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ നിങ്ങളവിടെ നോക്കിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, ശരിക്കും ഡിസൈൻഡ് ഇൻ UK അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും പാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് 1 പൗണ്ടാണ്. ഞാനിത് പൗണ്ട് ലാൻഡിൽ നിന്ന് വാങ്ങിയതായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പെർഫ്യൂമിൻ്റെ സെറ്റാണ്. എനിക്ക് തോന്നുന്നു 3 സംതിങ് ആണ് ഇത് വന്നത്. ഇതിൽ 4 എണ്ണം വരുന്നുണ്ട്. അങ്ങനത്തെ ഞാൻ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ സെപ്പറേറ്റ് ഞാൻ ബോഡി കെയർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അന്നേരം അത് 50 ml ഉള്ളൂ, പക്ഷെ നല്ലതാണ്. പിന്നെ ഇതൊരു ബിസ്ക്കറ്റിൻ്റെ സെറ്റാണ്. ഇത് ഞാൻ വാങ്ങിയത് B&M എന്നാണ്. ഇതിന് വന്നത് 2 പൗണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെറ്റ്ലിയുടെ ചായപ്പൊടിയുടെ സെറ്റാണ് വന്നത്. അതിന് ഒരെണ്ണത്തിന് 1.75 ആയിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനത്തെ 3 എണ്ണം വാങ്ങി. അതും ഞാൻ വാങ്ങിയത് B&M എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിയത്. പിന്നെ സോപ്പ് മേടിച്ചു, ബാർ സോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരേ ഇതിൻ്റെ തന്നെ 2 എണ്ണം വെച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽമണ്ട്സിൻ്റെ അതുപോലെ ഡിഫറെൻറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 4 സെറ്റ് സോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് വാങ്ങിയ ഷാംപൂ കണ്ടീഷണറാണ്. അത് 2 ബ്രാൻഡ്. ഞാൻ ഒത്തിരി സാധനം പ്രാവശ്യം മേടിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് ഒത്തിരി സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ആ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറയുന്നു. ഇതും സെയിം തന്നെ ഡിഫറെൻറ്റ് ഇതിൻ്റെ തന്നെ ഷാംപൂ കണ്ടീഷണറാണ്. അന്നേരം ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ടൈമൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധനം വാങ്ങിക്കാനുണ്ടാവും. അന്നേരം അതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഇതൊരു സ്റ്റീം ഇൻഹെയിലറാണ്. അന്നേരം ഞാനിവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പേരൻസിനും കൂടെ വാങ്ങിക്കാമെന്ന് എഴുതി അങ്ങനെ ഞാൻ 2 എണ്ണം വാങ്ങിയതാണ്. എല്ലാം മേടിച്ച സാധനത്തിൻ്റെയും തന്നെ 2 എണ്ണം വീതമാണ്. ഒന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലോട്ടും അങ്ങനെ 2 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ബാം, ഇത് ഞാൻ B&M എന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി എത്ര 1 സംതിങ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ പ്രൈമാർക്കിൽ നിന്ന് കുറേ ഓഫറിൽ കുറേ ഇത് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇത് പിന്നെ ഞാൻ B&M എന്ന് വാങ്ങിയതാണ്. ഈ ഒരു സെറ്റിന് വന്നിരിക്കുന്നത് 1.49 ആയിരുന്നു. സ്പൂൺ സെറ്റായിരുന്നു. പിന്നെ ഒരു പെയർ ഷൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ലിപ് ബാം വാങ്ങി. പിന്നെ സൺസ്ക്രീൻ ക്രീമൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ വാങ്ങിയത് ഇത് തിരിയാണ് ഇതിനകത്ത് ഇതുള്ളത്. ഞാനൊരു ചർച്ചിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചിയ സീഡ്. ഞാനത് കണ്ടപ്പോൾ വാങ്ങിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നാട്ടിൽ കിട്ടും, എന്നാലും നമ്മൾ വാങ്ങിയെന്നേ ഉള്ളൂ. പിന്നെന്താ പിന്നെ ഒരു വാങ്ങിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെയർ ചപ്പൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ് കാര്യങ്ങൾ. എന്നിട്ട് ഞാനിത് ഒരു ബാഗിലുള്ള കാര്യം മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു സ്റ്റേഷനറി സെറ്റ് ഞാൻ ഫുള്ളായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളവർക്ക് ആർക്കെങ്കിലും പ്രസൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അന്നേരം ഇത് ഒരു ബാഗിലാണ് കാണിച്ചത്. അന്നേരം ബാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം. ഞാനിത് ജസ്റ്റ് വാങ്ങിയതെല്ലാം നിങ്ങളിന്ന് ജസ്റ്റ് കാണിച്ചോളൂ. അന്നേരം ഇതിൻ്റെ പാർട്ട് ബിയിൽ ഞാൻ ബാക്കി പെട്ടിയുടെ കാണിക്കാം. താങ്ക് യു ഓൾ.